അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹിൽ ഫായിസീന ബിറളില്ലാഹ് മാ ബഅദ്. കേരളത്തിലെ പ്രമുഖനായ പണ്ഡിതനും സുന്നി കേരളത്തിൽ ആശയരംഗത്ത് ഒരു വിപ്ലവം സൃഷ്ടിക്കുകയും ചെയ്ത മലപ്പുറം ജില്ലാ ജമിയത്തുൽ ഉലമാ പ്രസിഡന്റും മലപ്പുറം ജില്ലാ സംയുക്ത ഖാദിയുമായ ബഹുമാനപ്പെട്ട നെല്ലിക്കുത്ത് ഇസ്മായിൽ മുസ്ലിയാരുമായി ഒരുക്കുന്ന ഒരു സൗഹൃദ ചർച്ചയാണ് കേരളത്തിലെ സുന്നി പണ്ഡിതന്മാരും ഒരുപാട് നവീന പ്രസ്ഥാനക്കാരും തമ്മിൽ ഒരുപാട് കാലം മുമ്പേ തന്നെ തർക്കം തുടങ്ങിയ ഒരു വിഷയമാണ് ഇസ്തിഗാസ, തൗഹീദ്, ഷിർക്ക്. ഈ വിഷയത്തിൽ ഇതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാവാനും പണ്ഡിതോചിതമായ ഒരു ആയത്തിലേക്ക് ഇറങ്ങിച്ചെന്ന ചർച്ചയും അതിൻ്റെ ഉത്തരവും പ്രതീക്ഷിച്ചുകൊണ്ട് ഈ വിഷയ സംബന്ധമായ ചോദ്യത്തിലേക്ക് പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നു. വിശദീകരിക്കുന്ന യോഗങ്ങളിലും അവരുടെ ക്ലാസ്സുകളിലും ഷിർക്കിനെ മാറ്റി നിർത്താനുള്ള മാനദണ്ഡമായി അവർ പറയുന്നത് സ്വയം പര്യാപ്തത വിശ്വസിച്ചുകൊണ്ടുള്ള സഹായം തേട്ടമാണ് ഷിർക്ക് എന്നാണ്. ഇപ്പം മൊഹീദ്ദീൻ ഷെയ്ഖെ കാക്കണേ എന്നോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ രക്ഷിക്കണേ എന്ന് പറയുമ്പോൾ നാം റസൂലുള്ളാഹിയിലേക്കും അല്ലെങ്കിൽ മൊഹീദ്ദീൻ ഷെയ്ഖിലേക്കും സ്വയം പര്യാപ്തത കൽപ്പിക്കുന്നില്ല, സ്വയം പര്യാപ്തരാണ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല, അതുകൊണ്ട് തന്നെ ഷിർക്കിൻ്റെ പരിധിയിൽ വരില്ല എന്നാണ്. എന്നാൽ അതിനെ ഗണ്ണിച്ചുകൊണ്ട് ഇവിടുത്തെ നവീന പ്രസ്ഥാനക്കാരായ മുജാഹിദ് പ്രസ്ഥാനം, അതുപോലെ ജമാഅത്തെ ഇസ്ലാമി പ്രസ്ഥാനം തുടങ്ങിയവർ പറയുന്നത്, ഈയിടെയായി നടന്ന ഒരു മുഖാമുഖ വേദിയിലും അവർ പറയുകയുണ്ടായി, ഖുർആനിൽ മാ നഅബുദുഹും ഇല്ലാ ലിയുഖർരിബുനാ ഇലല്ലാഹി സുൽഫ ആഉലായി ശുഫആഉനാ ഇൻദല്ലാഹ്, ഞങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കുന്നില്ല ഇല്ലാ ലിയുഖർരിബുനാ ഇലല്ലാഹ്, അള്ളാഹുവിലേക്ക് അടുപ്പിക്കാൻ അല്ലാതെ. അള്ളാഹുവിലേക്ക് അടുപ്പിക്കാൻ അല്ലാതെ എന്ന് പറയുമ്പോൾ അവർക്ക് അള്ളാഹുവിൽ വിശ്വാസമുണ്ട് എന്ന് മനസ്സിലായി. ഈ കർമ്മം അവർ ചെയ്യുന്നത് അള്ളാഹുവിലേക്ക് അടുക്കാൻ വേണ്ടിയാണ്. ഈ ആയത്തിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാവുന്നത് അള്ളാഹുവിലേക്ക് അടുപ്പിക്കാൻ സ്വയം പര്യാപ്തത അല്ലെങ്കിൽ അതിൽ മധ്യവർത്തിയായി വെക്കുന്നതിന് സ്വയം പര്യാപ്തത വേണ്ടാതെ തന്നെ ഷിർക്ക് വരുന്നു എന്നാണ് വിശുദ്ധ ഖുർആനിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. എന്ന ആയത്തുകൾ കൊണ്ട് തന്നെ മുമ്പുണ്ടായിരുന്ന മുശ്രിക്കുകൾ സ്വയം പര്യാപ്തതയിൽ വിശ്വസിച്ചിരുന്നില്ല എന്നറിയിക്കുന്നുണ്ട്. അപ്പോൾ ആരാധനയാകാനോ അതല്ലെങ്കിൽ ശിർക്ക് വരാനോ സ്വയം പര്യാപ്തതയിൽ വിശ്വസിക്കണം എന്നില്ല എന്ന് വ്യക്തമാകുന്നുണ്ട് എന്നാണ് നിങ്ങളെ ചോദ്യത്തിൽ നിന്ന് മനസ്സിലാവുന്നത്. പക്ഷേ ഈ ആയത്തിൻ്റെ തുടക്കത്തിൽ തന്നെ മാൻ അഅ്ബുദുഹും എന്നാണ് പറഞ്ഞത്. മാൻ അഅ്ബുദുഹും ഇബാദത്ത് എന്ന് പറയുകയാണെങ്കിൽ തന്നെ സ്വയം പര്യാപ്തതയിൽ വിശ്വസിക്കണം. സ്വയം പര്യാപ്തതയിൽ വിശ്വസിക്കാത്ത നിലക്ക് ഒരു പരമമായ തായ്മ ഒരിക്കലും അതാകാൻ പോകുന്നില്ല. പരമമായ താഴ്മയാകണമെങ്കിൽ ആരാധന എന്ന് പറഞ്ഞാൽ പരമമായ താഴ്മ എന്നാണ് അർത്ഥം. അപ്പോൾ പരമമായ താഴ്മയാകണമെങ്കിൽ തന്നെ സ്വയം പര്യാപ്തതയിൽ വിശ്വസിക്കണം. അതവർ വിശ്വസിച്ചിരുന്നു എന്ന് ആ ആയത്തിൻ്റെ അവതരണ പശ്ചാത്തലം അറിയിക്കും. എല്ലാ മുഫസ്സിറുകളും ഈ ആയത്ത് ഏത് കൂട്ടരെ പറ്റി ഇറങ്ങിയതാണ് എന്നുള്ളത് വിശദീകരിച്ചിട്ടുണ്ട്. അറബികളിൽ നിന്ന് ആമിർ, കിനാനത്ത്, ബനി സലമത്ത് 3 വിഭാഗക്കാരുണ്ടായിരുന്നു അറേബ്യൻ മുശ്രിക്കുകളിൽ. ഈ പ്രസിദ്ധപ്പെട്ട ആമിർ, കിനാനത്ത്, ബനി സലമത്ത് ഈ 3 വിഭാഗത്തെക്കുറിച്ചാണ് മാ നഅ്ബുദുഹും ഇല്ലാ ലിയുഖർരിബൂനാ ഇലല്ലാഹി സുൽഫ ഹൗലായി ശുഫആഉനാ ഇൻദല്ലാഹ് എന്നുള്ള ആയത്ത് അവതരിച്ചത് എന്ന് മിക്ക മുഫസ്സിരീങ്ങളും രേഖപ്പെടുത്തിയിട്ടുണ്ട്. വിശിഷ്യ ദുറുൽ മൻസൂർ, റാസി തുടങ്ങിയ ഇമാം സുയൂത്തിൻ്റെ ദുറുൽ മൻസൂർ, ഇമാം റാസിൻ്റെ തഫ്സീർ കബീർ തുടങ്ങിയ പ്രധാനപ്പെട്ട എല്ലാ മുഫസ്സിറുകളും ഈ 3 വിഭാഗത്തെക്കുറിച്ചാണ് ഈ ആയത്ത് അവതരിച്ചത് എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ 3 വിഭാഗത്തിൻ്റെ വിശ്വാസം എന്തായിരുന്നു? അള്ളാഹുവിൻ്റെ
സന്തതികളാണ് മലക്കുകൾ. മലക്കുകളെല്ലാം തന്നെ അള്ളാഹുവിൻ്റെ സന്തതികളാണ് എന്ന്. ഉദാഹരണമായി ദുറുൽ മൻസൂറിന്റെ ഇബാറത്ത്, നസലത്ത് ഫി സലാഹത്തി അഹ്യായിൻ മിനൽ അറബി ആമിരിൻ വ കിനാനത വ ബനി സലമാത അല്ലദീന ഖാലു അൽ മലായികതു ബനാത്തുല്ലാഹി. മലക്കുകളെല്ലാം തന്നെ അള്ളാഹുവിൻ്റെ പെൺസന്തതികളാണ് എന്ന് വിശ്വസിക്കുന്നവരെ കുറിച്ച് അവതരിച്ചതാണ് ഇത് എന്നാണ് പറഞ്ഞത്. ഇനി ഈ 3 കബീലക്കാരല്ലാത്ത മലക്കുകളും അല്ലാത്തവരെ സംബന്ധിച്ചും ഉദാഹരണമായിട്ട് ഖുറൈശികളിൽ നല്ല ഒരു വിഭാഗം ആളുകൾ ലാത്ത, ഉസ്സ, മനാത്ത തുടങ്ങിയ ദൈവങ്ങൾക്ക് ആരാധിച്ചിരുന്നവരാണ്. ഈ ലാത്ത, ഉസ്സ, മനാത്ത തുടങ്ങിയ ദൈവങ്ങളും അള്ളാഹുവിൻ്റെ സന്തതികളാണെന്നാണ് അറേബ്യൻ മുശ്രിക്കുകളുടെ വിശ്വാസമുണ്ടായിരുന്നത്. ഖുർആനിൽ തന്നെ പറഞ്ഞു, അഫറഅയ്തുമുല്ലാത്ത വൽ ഉസ്സ വ മനാത്ത സാലിസത്തുൽ ഉഖ്റ അലക്കുമുൽ ദക്കറു വലഹുൽ ഉൻസ. നിങ്ങൾ പറയൂ, ലാത്തയെക്കുറിച്ച്, മനാത്തയെക്കുറിച്ച്, ഉസ്സയെക്കുറിച്ച് പറയൂ, നിങ്ങൾക്കൊക്കെ ആൺസന്തതികളും അള്ളാഹുവിന് നിങ്ങൾ നിശ്ചയിച്ചു കൊടുക്കുന്നത് പെൺസന്തതികളെയുമാണോ എന്നാണ് ഖുർആൻ അവരോട് ചോദിച്ചത്. അപ്പൊ ലാത്ത, ഉസ്സ, മനാത്ത തുടങ്ങിയ ബിംബങ്ങൾക്ക് ആരാധിച്ചിരുന്നവരും ആ ബിംബങ്ങളുടെ മറ്റ് പുരുഷന്മാർ, പ്രതിപുരുഷന്മാർ, അവർക്ക് ആരാധിച്ചവരെ പറ്റി അവരുടെയും വിശ്വാസം അവരൊക്കെ അള്ളാഹുവിൻ്റെ മക്കളാണെന്നാണ്. അപ്പൊ ഈ അള്ളാഹുവിൻ്റെ മക്കൾ മലക്കുകളോ ലാത്തയോ ഉസ്സയോ മനാത്തയോ അള്ളാഹുവിൻ്റെ അടുക്കൽ ശുപാർശ ചെയ്യും എന്ന നിലക്ക് അവരെ ആരാധിച്ചിരുന്നു. അപ്പോൾ ഈ ശുപാർശ ചെയ്യും എന്ന് പറഞ്ഞ ആളുകൾ അള്ളാഹുവിൻ്റെ സന്തതികളാണ്. അള്ളാഹുവിൻ്റെ സന്തതികൾക്ക് സ്വയം പര്യാപ്തതയുണ്ടാകും. അവർ ശുപാർശക്കാരാണ് എന്നതുകൊണ്ട് അവർക്ക് സ്വയം പര്യാപ്തത ഇല്ല എന്ന് വരുന്നില്ല. സന്തതികളാകുമ്പോൾ അവർ ശുപാർശ ചെയ്യുന്നുവെങ്കിലും അവർക്ക് സ്വയം പര്യാപ്തതയുണ്ടാകും. ഉദാഹരണമായി, എൻ്റെ മകൻ എന്നോടൊരു കാര്യത്തിൽ ശുപാർശ ചെയ്തു. ഒരു സാധുവിന് ഒരു 10,000 റുപ്യ കൊടുക്കാൻ വേണ്ടിയിട്ട്, സംഭാവന ചെയ്യാൻ വേണ്ടി എൻ്റെ മകൻ എന്നോട് ശുപാർശ ചെയ്തു. ഈ എന്നോട് ശുപാർശ ചെയ്തത് കൊണ്ട് എൻ്റെ മകന് ആ 10,000 റുപ്യ കൊടുക്കാൻ, സംഭാവന കൊടുക്കാൻ കഴിവില്ല എന്ന് മനസ്സിലാക്കുന്നവരാണ് വിഡ്ഢികൾ. ശുപാർശക്കാരൊക്കെ സ്വയം പര്യാപ്തത ഇല്ലാത്തവരാകണം എന്ന് വിശ്വസിക്കുന്നത് അബദ്ധമാണ്. എൻ്റെ മകന് 10,000 റുപ്യ കൊടുക്കാൻ കഴിവുണ്ടായിരിക്കെ, സംഭാവന കൊടുക്കാൻ കഴിവുണ്ടായിരിക്കെ തന്നെ എന്നോട് ശുപാർശ ചെയ്യാമല്ലോ, പിതാവിനോട് ശുപാർശ ചെയ്യാൻ മതിയല്ലോ. അപ്പോൾ പിതാവും സന്താനങ്ങളുമാണ് എന്ന വിശ്വാസം, ആ വിശ്വാസം ഉണ്ടായത് കൊണ്ടാണ് അവര് ദൈവങ്ങളായത്, ചെറുദൈവങ്ങളായത്. ഒന്ന് പരമേശ്വരനും ഒന്ന് കീഴ് ദൈവങ്ങളുമായി. ഈ സന്താനങ്ങളാണെന്ന് വിശ്വസിച്ചില്ലാതെ ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹു തആലാനോട് എത്രയോ ശുപാർശ ചെയ്തിട്ടുണ്ട് സഹാബത്തിന് വേണ്ടിയിട്ട്. ഈ ശുപാർശ ചെയ്തുകൊണ്ട് നബിനോട് അപേക്ഷയെ പറ്റി ഈ ആയത്ത് അവതരിച്ചതാണ് എന്ന് വെച്ചാൽ, അങ്ങനെ ഒരാൾ പറയുകയാണെങ്കിൽ, മഴ ഇല്ലാത്ത ഘട്ടത്തിൽ സഹാബത്ത് നബിയെ സമീപിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിനോട് ശുപാർശ ചെയ്യുകയും അങ്ങനെ മഴ ലഭിക്കുകയും ചെയ്ത സംഭവം ബുഖാരിയിലും മുസ്ലിമിലും മറ്റെല്ലാ ഹദീസിന്റെ കിതാബുകളിലും വന്നുള്ളതാണ്. അതിന് ഇന്ന് വരെ ഒരു മുസ്ലിമും ചോദ്യം ചെയ്തിട്ടില്ല. അപ്പോൾ ഈ ആയത്ത് അതിനെക്കുറിച്ച് പറഞ്ഞതാണെന്നോ ആ സഹാബത്ത് നബിയോട് ചോദിച്ചത് ഇബാദത്താണെന്നോ ഇന്ന് വരെ ലോകത്താരും പറഞ്ഞിട്ടില്ല. അപ്പോൾ ആകെ നിങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ തൗഹീദിൽ ഇവിടെ കുറെ ആളുകൾക്ക് കുറെ മുമ്പ് തന്നെ അഭിപ്രായ വ്യത്യാസമുണ്ടെന്ന് പറഞ്ഞല്ലോ. ഈ അഭിപ്രായ വ്യത്യാസം ഉണ്ടായത് തന്നെ ഇതിൽ നിന്നുള്ള തെറ്റിദ്ധാരണയാണ്. എങ്ങനെ അള്ളാഹുവിൽ മക്ക മുശ്രിക്കുകൾ വിശ്വസിച്ചിരുന്നു എന്നും എന്നിട്ട് പിന്നെ മറ്റ് അള്ളാഹു തആല മറ്റ് ശുപാർശക്കാർ എന്ന നിലക്ക് അവർ ആരാധിച്ചിരുന്നു എന്ന ഈ വാക്കിൽ നിന്നാണ് അവരെ തെറ്റിദ്ധരിച്ചത്. അവരോട് ചോദിക്കപ്പെട്ടാൽ ആരാണ് ആകാശത്തെ പടച്ചത്, ആരാണ് ഭൂമിയെ പടച്ചത് എന്ന് ചോദിച്ചാൽ അള്ളാഹു ആണെന്ന് പറയും. അങ്ങനെ പറഞ്ഞിരിക്കെ തന്നെയാണല്ലോ അവർ മറ്റുള്ളവർക്ക് ആരാധിച്ചത് എന്നതിൽ നിന്നാണ് വാസ്തവത്തിൽ ഒരുപാട് മുബ്തദീകൾ തെറ്റിദ്ധരിച്ചത്. അതിപ്പോ ഒരാൾ വിശ്വസിച്ചു ഈ ലോകം പടച്ചത് അള്ളാഹുവാണ്, ഭൂമി പടച്ചത് അള്ളാഹുവാണ്, ആകാശം പടച്ചത് അള്ളാഹുവാണ്, ഭക്ഷണം നൽകുന്നത് അള്ളാഹുവാണെന്ന് വിശ്വസിച്ച് അങ്ങനത്തെ അള്ളാഹുവിനേക്ക് ഒരു 4 മക്കളുമുണ്ട് എന്ന് വിശ്വസിച്ചാൽ, 4 മക്കളുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരു മനുഷ്യൻ ആ അള്ളാഹുവിനെ സംബന്ധിച്ച് അവനാണ് ഭരിക്കുന്നത്, അവനാണ് സൃഷ്ടിച്ചത് എന്ന് പറഞ്ഞത് കൊണ്ട് അവർ തൗഹീദിന്റെ അഹ്ലുകാരാകൂല, ഏകദൈവ വിശ്വാസികളാകൂല. അവരിതൊക്കെ പഠിച്ചത് അള്ളാഹുവാണ് എന്ന് പറയുമ്പോൾ തന്നെ ആ അള്ളാഹുവിലേക്ക് സന്താനങ്ങളുണ്ട് എന്ന് പറയുമ്പോൾ അവർ ബഹുദൈവ വിശ്വാസികൾ തന്നെയാകും. ചില ഗോത്രങ്ങളിൽ മാത്രമാണ് ഈ ആയത്തിറങ്ങാൻ കാരണം എന്ന് പറഞ്ഞു. ഈ നിലക്ക് നമ്മൾ ഖുർആനെ മൊത്തം വിലയിരുത്തുമ്പോൾ ഏതൊരു ആയത്തിറങ്ങാനും അതിന്റെ പശ്ചാത്തലമുണ്ട്, സബബുൻ നുസൂലുണ്ട്.
എന്നാൽ ആ ആയത്ത് ഇറങ്ങിയ വർഗത്തിനോ ഗോത്രങ്ങൾക്കോ വ്യക്തിക്കോ പരിമിതമാണോ ഈ ഖുർആന്റെ ഇറക്കം? അതിൽ പരിമിതപ്പെടുത്തിക്കൊണ്ട് നാം അതിനെ വ്യാഖ്യാനിക്കാൻ പറ്റുമോ? വാസ്തവത്തില് ഈ 3 കബീലക്കാർക്ക് മാത്രം പരിമിതമല്ല. ആ 3 കബീലക്കാർ വിശ്വസിച്ചതുപോലെ വിശ്വസിക്കുന്ന എല്ലാ വിഭാഗത്തിനും അത് ബാധകമാണ്. അഥവാ അള്ളാഹു തആലക്ക് സന്താനങ്ങളുണ്ടെന്ന് പറയുന്ന ലോകത്ത് ഏതെല്ലാം ആളുകളുണ്ടോ അവർക്ക് മുഴുവനും ബാധകമാണ്. നേരെ മറിച്ച് അള്ളാഹു തആലക്ക് സന്താനങ്ങൾ ഉണ്ട് എന്ന് പറയുന്നവരെ സംബന്ധിച്ചിറങ്ങിയ ആയത്ത് അള്ളാഹു തആലക്ക് സന്താനങ്ങളില്ല, അള്ളാഹു തആല അയച്ച അമ്പിയാക്കളുണ്ട്, മുർസലുകളുണ്ട് എന്ന് പറഞ്ഞവരെ മേലിൽ ഇത് ബാധകാക്കാൻ നിവൃത്തിയില്ല. അങ്ങനെ വിശ്വസിക്കുന്നവരെ മേലൊക്കെ ബാധകാക്കാം. അങ്ങനെ അള്ളാഹു തആലക്ക് സന്താനങ്ങൾ ഉണ്ട് എന്ന് വിശ്വസിക്കാത്തവരെ പറ്റി ഒരിക്കലും ഇത് ബാധകാക്കാൻ പറ്റൂല. ആ വിശ്വസിക്കുന്നവർ ഈ 3 കബീലയോ വേറെ ലോകത്ത് ആരായാലും അവർക്ക് മുഴുവനും ഇത് ബാധകമാണ്. ഈ വിശ്വസിക്കാത്തവർക്ക് ബാധകാക്കാൻ പറ്റൂല. അങ്ങനെ ബാധകാക്കുന്ന ഏതുപോലെ എന്ന് വെച്ചാൽ, ഉദാഹരണം അന്നത്തെ കാലത്ത് ബിംബത്തിനെ തൊട്ടുമുത്തുന്ന അവരെ സംബന്ധിച്ച് വല്ല ആയത്തും അവതരിപ്പിച്ചത് അത് കഅബത്തിനെ തൊട്ടുമുത്തുന്നവർക്കും ബാധകമാണ് എന്ന് പറയുന്നത് പോലെയാണ്. അത് ബാധകാവില്ല. മാനാബുദും എന്ന ആയത്ത് വിശദീകരണത്തിൽ ഉസ്താദ് പറയുകയുണ്ടായി, കീ ദൈവങ്ങളിലും അവർ സ്വയം പര്യാപ്തത കൽപ്പിച്ചിരുന്നു. കീ ദൈവങ്ങളിൽ സ്വയം ദൈവങ്ങൾ എന്ന് പറഞ്ഞാൽ സന്താനം, അള്ളാഹുവിന്റെ സന്താനം. ഇവിടെ ഞങ്ങൾ അല്ലെങ്കിൽ ഈ ഇതിൽ ശിർക്ക് ആരോപിക്കുന്ന വ്യക്തികൾ സന്താനങ്ങൾ എന്ന വസ്തുവിലല്ല ശിർക്ക് കാണുന്നത്, അല്ലെങ്കിൽ അവർക്ക് പ്രതിമ ബിംബങ്ങൾ എന്നതുമല്ല. അവർ ബിംബങ്ങൾ പ്രതിഷ്ഠിച്ചവരൊക്കെ മഹാന്മാരായിരുന്നു. ഈസാ നബി ആവട്ടെ, ഉസൈർ ആവട്ടെ, ഈ പറയുന്ന ആളുകളൊക്കെ മഹാവ്യക്തിത്വങ്ങളാണ്. അവർക്ക് നാം പള്ളിയിൽ ചെന്ന് ആരാധിക്കും പ്രകാരം ആ ദൈവ സാന്നിധ്യം കിട്ടാൻ വേണ്ടി ഒരു നിശ്ചിത പോയിന്റിൽ അവർ സ്ഥാപിച്ചു, അതിനെ ഓർക്കാൻ വേണ്ടി സ്ഥാപിച്ചതാണ് ബിംബങ്ങൾ. ഇവർ അതല്ല ബിംബങ്ങളിൽ സ്വയം പര്യാപ്തത കൽപ്പിച്ചിരുന്നില്ല എന്നതിന് തെളിവാണ് ഇവർ കടൽ യാത്ര ചെയ്യുമ്പോൾ അവർക്ക് വലിയ ഭയമേറിയ ഘട്ടങ്ങൾ വരുമ്പോൾ അവർ വിളിച്ച് പ്രാർത്ഥിച്ചിരുന്നത് ഈ ബിംബങ്ങളെ പ്രതിനിധാനം ചെയ്ത ആളുകളെ അല്ലായിരുന്നു, മറിച്ച് അള്ളാഹുവിനെ മാത്രമാണെന്ന് വിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നുണ്ട്. ഈ അടിസ്ഥാനത്തിൽ നാം ചിന്തിക്കുമ്പോൾ ഇവർ ഈ മാനാബുദും ഇല്ലാൽ യുഖരിബുന ഇലല്ലാ എന്ന ആയത്തിൽ നിന്നും കടൽ യാത്രയുടെ അവരുടെ പ്രാർത്ഥനയിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഈ ദൈവങ്ങളിൽ അവർ സ്വയം പര്യാപ്തത കൽപ്പിച്ചിട്ടില്ല എന്നും അള്ളാഹുവിൽ മാത്രമാണ് സ്വയം പര്യാപ്തത കൽപ്പിച്ചു എന്നുമാണല്ലോ. അതുകൊണ്ടാണല്ലോ ഇബാദത്ത് എന്ന് പറയുന്നത് ഏറ്റവും പരമമായ വണക്കവും പരമമായ വിനയത്വവുമാണ്. അത് ആ കൊടുക്കുന്ന ദൈവത്തോട് തന്നെയാണ്. കടൽ യാത്രയിൽ ആരുമില്ലാത്ത സന്ദർഭത്തിലും അവർ അള്ളാഹുവിനെ വിളിച്ചു എന്നത് അതിന് തെളിവാണ് എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. മഹത്തുക്കളെ കുറിച്ച് നമ്മൾ ദൈവപുത്രിമാരാണ്, ദൈവപുത്രന്മാരാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് അവരോട് ചോദിക്കുമ്പോൾ അവർ ദൈവം എന്നുള്ള വിശ്വാസക്കാരായി. മലക്കുകൾ മഹാന്മാർ തന്നെയാണ്. മലക്കുകൾ മഹാന്മാരായ ആ മലക്കുകളെ കുറിച്ച് ദൈവപുത്രിമാർ എന്നുള്ള വിശ്വാസം കൂടി വന്നപ്പോഴാണ് തെറ്റ് വന്നത്. മുസ്ലിങ്ങളും മലക്കുകളിൽ വിശ്വസിക്കുന്നുണ്ട്, പക്ഷെ ദൈവപുത്രിമാരാന്ന് വിശ്വസിക്കുന്നില്ല. അള്ളാഹുവിന്റെ അടിമകളാണ്, മഹത്തുക്കളാണെന്ന് മാത്രമാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ ദൈവപുത്രിമാരാന്നുള്ള ആ വിശ്വാസത്തിലാണ് അവരെ തെറ്റ് വന്നത്. അതുപോലെ ഈസാ നബി അലൈഹി ഇസ്ലാമിനെ സംബന്ധിച്ചും ഒരു പ്രവാചകൻ എന്നുള്ള വിശ്വാസത്തിൽ തെറ്റില്ല. അവർ ദൈവപുത്രനാണ് എന്നുള്ള വിശ്വാസം വരുമ്പോഴാണ് തെറ്റ് വരുന്നത്. ആ വിശ്വാസത്തോടുകൂടെയുള്ള കാര്യങ്ങളൊക്കെ അത് ആരാധനയും അത് ദൈവമാക്കലും ആകും. സ്വയം പര്യാപ്തത പുത്രൻ എന്ന് പറഞ്ഞാൽ തന്നെ പിതാവിനെ കൂടാതെ പുത്രന് പലതും ചെയ്യാൻ കഴിയും. അത് സ്വയം പര്യാപ്തത സങ്കല്പിക്കലുമാണ്, സ്വയം പര്യാപ്തത ആരോപിക്കലുമാണ്. എന്നാൽ കടലിൽ പോകുമ്പോൾ അള്ളാഹുവിനോട് അവർ പ്രാർത്ഥിച്ചിരുന്നു എന്നതുകൊണ്ട് അവർ ഏകദൈവ വിശ്വാസികളാകുന്നില്ല. ഇപ്പോൾ ഒരാള് ഒരു വലിയ പിതാവാകുന്ന ഒരു ദൈവത്തിലും കുറെ സന്താനങ്ങളാകുന്ന കീഴ്ദൈവങ്ങളിലും വിശ്വസിച്ചു എന്ന് വെക്കുക. എന്നിട്ട് വലിയൊരു ആപത്ത് വരുമ്പോൾ പിതാവായ ദൈവത്തിനോട് മാത്രം പറഞ്ഞത് എന്നതുകൊണ്ട് ഇവർ ഏകദൈവ വിശ്വാസികളാകുന്നില്ല. ഇപ്പോൾ ഞാൻ തന്നെ ഒരു ഉദാഹരണമായിട്ട് ഏതെങ്കിലും ഒരു ഹിന്ദു അവനൊരു പരമേശ്വരനിൽ വിശ്വസിക്കുന്നുണ്ട്, ആ പരമേശ്വരന് കുറെ സന്താനങ്ങളിൽ വിശ്വസിക്കുന്നുണ്ട്. ഈ സന്താനങ്ങളിൽ വിശ്വസിക്കുന്നതോടൊപ്പം ഒരു വലിയ ആപത്ത് വന്നപ്പോൾ ഈ പരമേശ്വരനോട് ആവശ്യപ്പെട്ടു. അതുകൊണ്ട് ഇവർ ഏകദൈവ വിശ്വാസികളാണില്ല. അവർ ഈ പരമേശ്വരന് സന്താനങ്ങൾ ഉണ്ട് എന്നോ ദൈവങ്ങൾ ഉണ്ട് എന്ന് വിശ്വസിക്കുമ്പോൾ അവന് പിന്നെ പറയുന്നത് പരമേശ്വരനാണായാലും ഓൻ ബഹുദൈവ വിശ്വാസം തന്നെയാണ്. അത് ചെറിയ ചെറിയ വിഷയം ഉണ്ടാകുമ്പോൾ ചെറിയ ദൈവങ്ങളോടും പറയും, വലിയ വലിയ കാര്യം ഉണ്ടാകുമ്പോൾ വലിയ ദൈവത്തിനോടും പറയും. ഈ വലിയ ദൈവത്തിനോട് കാര്യം പറയുമ്പോഴേക്കും അവര് വാസ്തവത്തിൽ ഏകദൈവ വിശ്വാസികളാണില്ല. അപ്പോൾ അവരുടെ മനസ്സിൽ ദൈവങ്ങൾ ഉണ്ടല്ലോ, പക്ഷെ അത് ചെറിയ ആവശ്യം വരുമ്പോൾ ചെറിയ ദൈവത്തിനോടും പറയും, വലിയ ആവശ്യം പറയുമ്പോൾ വലിയ ആവശ്യത്തിനോടും പറയും, വലിയ ദൈവത്തിനോടും പറയും. അപ്പൊ കടലിൽ അപകടമുണ്ടാകുമ്പോൾ മറ്റുള്ളവരോട് പറയാതെ
വലിയ പരമേശ്വരനോട് മാത്രം പറഞ്ഞു എന്നതുകൊണ്ട് അവർ ഏകദൈവ വിശ്വാസികളാകുന്നില്ല. അത് പറയുമ്പോൾ തന്നെ അവരുടെ മനസ്സിൽ മറ്റു ദൈവങ്ങളുമുണ്ട്. അപ്പോഴും അവർ ബഹുദൈവ വിശ്വാസികൾ തന്നെയാണ്. ഒരാള് ഒരു വലിയ പരമേശ്വരനിലും വിശ്വസിച്ചു, കീഴിൽ കുറെ ദൈവങ്ങളിലും വിശ്വസിച്ചു. വലിയൊരു പ്രശ്നം വന്നപ്പോൾ പരമേശ്വരനോട് പറഞ്ഞു, ചെറിയ ചെറിയ വിഷയങ്ങൾ വരുമ്പോൾ കീ ദൈവങ്ങളോടും പറഞ്ഞു. അതുകൊണ്ട് ഇവൻ ഏതാകുന്നില്ല, ഏകദൈവ വിശ്വാസിയാണില്ല. അതുകൊണ്ട് മക്ക മുശ്രിക്കുകൾ കടലിൽ അപകടം വരുമ്പോൾ പരമേശ്വരനെ വിളിച്ച് പ്രാർത്ഥിച്ചിരുന്നു എന്നത് പറഞ്ഞത് കൊണ്ട് അവർ ഏകദൈവ വിശ്വാസികളാണ് പറയുന്നത് തെറ്റിദ്ധാരണയാണ്. പരമേശ്വരനൊന്നും കീദൈവങ്ങളൊന്നും പറയുകയുണ്ടായി. അപ്പോ പരമേശ്വരൻ സർവ കഴിവുള്ളവനും കീദൈവങ്ങൾക്ക് അതിന്റെ താഴെയുള്ള ആളുകളും ഈ പരമേശ്വരൻ സർവ്വ കഴിവിന്റെ ഉടമ എന്നിപ്പോ ഒരു ഇങ്ങനെ സംസാരിക്കേണ്ടായി. എന്നാൽ ഇങ്ങനെ ഒരു സംസാര ശൈലിയോ ഇങ്ങനെ ഒരു വിവേചനമോ മുൻകാല പണ്ഡിതന്മാരാരെങ്കിലും അല്ലെങ്കിൽ മുൻ ഖുർആൻ വ്യാഖ്യാതാക്കൾ ആരെങ്കിലും പരാമർശിച്ചിട്ടുണ്ടോ? ഉണ്ട്. റാസി മുതൽ ഷേഖ്സാദ മുതൽ എല്ലാ തഫ്സീറിലെ കിതാബുകളിലും അള്ളാഹുവിനെ കുറിച്ച് അവർ വിശേഷിപ്പിച്ചിരുന്നത് റബ്ബുൽ അർബാബി, റബ്ബുകളുടെ റബ്ബ് അഥവാ പരമേശ്വരൻ. ഈ പരമേശ്വരൻ കീഴ് ദൈവം എന്നുള്ള മലയാളമാണ്. മലയാളം തഫ്സീറിലൊന്നും ഉണ്ടാവില്ല, അതിന്റെ അറബിയ ഉണ്ടാകുക. അപ്പൊ റബ്ബുൽ അർബാബി എന്ന് പറഞ്ഞാൽ പരമേശ്വരൻ എന്ന അർത്ഥം. റബ്ബുൽ അർബാബി എന്ന് അവർ വിശേഷിപ്പിച്ചിരുന്നു എന്ന് റാസി, ഷെയ്ഖ്സാദ തുടങ്ങിയ എല്ലാ തഫ്സീറിന്റെ കിതാബിലും ഉണ്ട്. അങ്ങനെ വിശേഷിപ്പിച്ചിട്ടില്ല എന്ന് ഒരു തഫ്സീറിന്റെ കിതാബിലും ഇല്ല. പിന്നെ തഫ്സീറിന്റെ കിതാബ് അടക്കട്ടെ, ഖുർആനിൽ തന്നെ പറഞ്ഞത് ലാത്ത, ഉസ്സ, മനാത്ത തുടങ്ങിയ ബിംബങ്ങളിൽ വിശ്വസിച്ചവര് അതിനെ അള്ളാഹുവിന്റെ മക്കളാക്കിയിരുന്നു എന്നാണ് പറഞ്ഞത്. അതുപോലെ തന്നെ അൽ മലായികത്തു ബനാത്തുല്ലാഹി, മലക്കുകൾ അള്ളാഹുവിന്റെ പെൺസന്തതികളാണെന്നാണ് അവർ പറഞ്ഞിരുന്നത് എന്ന് ഖുർആൻ തന്നെ പറഞ്ഞല്ലോ. അഫറഅയ്തുമുല്ലാത്ത വൽ ഉസ്സ വമനാത്ത സാലിസത്തൽ ഉഖ്റ അലകുമുൽ ദക്കറു വലഹുൽ ഉൻസ തിൽക ഇദൻ ഖിസ്മത്തുൻ ലീസ. നിങ്ങൾ ലാത്ത, ഉസ്സ, ഈ മനാത്ത ഇതിനെ നിങ്ങൾ അള്ളാഹുവിന്റെ പെൺസന്തതികൾ ആക്കുകയാണോ എന്നാണ് ഖുർആൻ അറബികളോട് ചോദിച്ചത്. അപ്പോ ഇവര് അള്ളാഹുവിന്റെ സന്തതികളാണ് പറയുന്നതോട് കൂടെ തന്നെ ഈ സന്തതികൾ കീ ദൈവങ്ങളുമായി, ഈ വലിയ അച്ഛൻ പരമേശ്വരനും കീ ദൈവങ്ങളൊന്നും ഉപയോഗം മലയാളം ഖുർആനിലും ഹദീസിലൊന്നും ഇല്ലെങ്കിലും ബാപ്പയാണ് മറ്റേ പിതാവാണ് എന്ന് പറയുമ്പോൾ തന്നെ അത് പരമേശ്വരനും അതുപോലെ തന്നെ കീ ദൈവങ്ങളാണ് പറയുന്നത് പോലെയായി. ഫാത്തിഹ സൂറത്തിൽ നിങ്ങളെ തൗഹീദ് എന്ന പുസ്തകത്തിലും അങ്ങനെ പല സുന്നി പണ്ഡിതന്മാരും ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ എന്ന ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ നിന്നോട് മാത്രം, ഈ മാത്രം നിനക്ക് മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം ചോദിക്കുന്നു എന്നതിലെ മാത്രം ഒഴിവാക്കിയതായിട്ട് കാണുന്നു. എന്നാൽ മുൻകാല ചില സുന്നി പണ്ഡിതന്മാർ തന്നെ അവരുടെ ഖുർആൻ വ്യാഖ്യാനത്തിൽ മാത്രം കൊടുത്തിട്ടും കാണുന്നു. ഇവിടെ എന്തിനാണ് ഈ മാത്രം? അത് തന്ത്രപരമായി സുന്നി വാദങ്ങൾക്ക്, സുന്നി ആശയപരമായ രംഗത്ത് ഒരു മുതിർന്നു നിൽക്കുന്ന ഒരു പണ്ഡിതൻ എന്ന നിലക്ക് തന്റെ ആശയ സമർത്ഥനത്തിന് എളുപ്പം ആക്കാൻ വേണ്ടിയാണോ ഈ ഖുർആനിൽ നിന്ന് ഈ മാത്രം ഒഴിവാക്കിയത്? അതല്ല അവിടെ മാത്രം കൊടുക്കാതെ തന്നെ അർത്ഥം പൂർണ്ണമാണോ? അതൊന്ന് വിശദീകരിക്കാൻ താല്പര്യപ്പെടുന്നു. ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ എന്ന ആയത്തിന്റെ വ്യാഖ്യാനത്തില് മുൻകഴിഞ്ഞ മുഫസ്സിറുകൾ, വലിയ മുഫസ്സിറുകൾ, ഉദാഹരണമായി ബഹറുൽ മുഹീത്ത് അബൂ ഹൈജാൻ്റെതാണ് ബഹറുൽ മുഹീത്ത്. അങ്ങനെ പല മുഫസ്സിറുകളും രേഖപ്പെടുത്തിയത് മാത്രമെന്ന് അതിൻ്റെ അർത്ഥത്തിലില്ല എന്നതാണ് സുന്നികളായ മുഫസ്സിറുകൾ രേഖപ്പെടുത്തിയത്. സുന്നി അല്ലാത്ത ഒരു മുഫസ്സിർ ജമഖ്ശരിയാണ് വാസ്തവത്തിൽ മാത്രം എന്ന് അർത്ഥം പറഞ്ഞത്. അപ്പോൾ ഈ ജമഖ്ശരി പോലക്കത്തെ മുബ്തദിയത്ത് പറഞ്ഞ അർത്ഥമല്ലല്ലോ പറയാൻ നല്ലത്. സുന്നി പോലക്കത്തെ ഏറ്റവും വലിയ ഭാഷാ പണ്ഡിതനായ അബൂ ഹൈജാൻ തുടങ്ങിയ പണ്ഡിതന്മാർ പറഞ്ഞത് ഉദ്ധരിക്കലാണല്ലോ നല്ലത് എന്ന നിലക്കാണ് ഞാൻ മാത്രം ഒഴിവാക്കിയത്. പിന്നെ ചില സുന്നി പണ്ഡിതന്മാർ അങ്ങനെ മാത്രം ഉണ്ടെങ്കിൽ അതിൻ്റെ ആകത്തുക, അതിൻ്റെ അൽഹാസിൽ ആകത്തുക മാത്രം ഉണ്ടായി വരും എന്നത് കൊണ്ടാണ് അവർ പറഞ്ഞത് എന്നല്ലാതെ അതൊരു ഏകദേശ വ്യാഖ്യാനം എന്നുള്ള നിലക്കാണ്. അതിനുള്ള പദമോ അല്ലെങ്കിൽ അതിൻ്റെ അക്ഷരമോ ഒന്നും അവിടെ ഇല്ല. മാത്രം ഉണ്ട് എന്നതിന് ജമഖ്ശരി പറഞ്ഞ ന്യായം കർമ്മത്തെ ക്രിയേക്കാൾ മുതിച്ചാൽ മാത്രം എന്ന അർത്ഥമുണ്ടാവും എന്നതാണ് ജമഖ്ശരി അതിന് പറഞ്ഞ ന്യായം. ആ ന്യായം ശരിയല്ല.
കർമ്മത്തെ ക്രിയേക്കാൾ മുന്തിച്ചത് കൊണ്ട് മാത്രം അർത്ഥം ഉണ്ടായിക്കൊള്ളുന്നില്ല. ഉദാഹരണമായ ആയത്തിൽ തന്നെ ഫഅമ്മൽ യതീമ ഫലാ തഖ്ഹർ, യതീമിനെ നിങ്ങൾ തടയരുത് എന്ന് പറഞ്ഞുകൊടുത്ത് ഈ ഫഅമ്മൽ യതീം ഫലാ തഖ്ഹർ വ അമ്മ സായില ഫലാ തൻഹർ എന്ന് പറഞ്ഞ ഈ രണ്ട് ആയത്തിലും മഫ്ഊലിനും കർമ്മത്തെ മുന്തിച്ചിട്ടുണ്ട് ക്രിയേക്കാൾ. ഇവിടെ ഒരു മുജാഹിദും ഒരു ജമാഅത്തും ഒരു പുത്തപ്രസ്ഥാനക്കാരും മാത്രം അർത്ഥം കൊടുത്തിട്ടില്ല. അപ്പൊ കർമ്മത്തെ ക്രിയേക്കാൾ മുന്തിച്ചത് കൊണ്ട് മാത്രം അർത്ഥം ഉണ്ടാകുകയാണെങ്കിൽ അവിടെയും കൊടുക്കണ്ടല്ലേ? അപ്പൊ അവിടെ കൊടുക്കാതെ കൽപ്പിച്ചു കൂട്ടി ഇവിടെ കൊടുത്തപ്പോ അവർക്ക് ദുരുദ്ദേശമുണ്ട്. അവിടെ ഒന്നും കർമ്മത്തെ ക്രിയേക്കാൾ മുന്തിച്ചിട്ട് മാത്രം കൊടുക്കാതെ ഇവിടെ മാത്രം കൊടുത്തപ്പോ ഈ സമസ്തരി മുബ്തദിയായ ഈ പണ്ഡിതന് പറഞ്ഞ ഈ അർത്ഥം അവർ ഉദ്ധരിച്ചപ്പോൾ അവർക്ക് അതിൽ ദുരുദ്ദേശമുണ്ട്. അപ്പൊ അവിടെ സുന്നിയായ പണ്ഡിതന്മാർ പറഞ്ഞത് ഞാൻ ഉദ്ധരിച്ചതാണ്. ഈ മാത്രം ഉണ്ട് എന്ന് പറയുന്ന ആളുകൾ വാസ്തവത്തിൽ മാത്രം നമ്മളെ മുശ്രിക്കാക്കാൻ വേണ്ടി മാത്രം പറയാന്നുള്ളൂ. വാസ്തവത്തിൽ അവര് അള്ളാഹു അല്ലാത്തവരോട് സഹായം ചോദിക്കുന്നുണ്ട്. അപ്പൊ എന്നോട് മാത്രം ഞങ്ങൾ സഹായം ചോദിക്കുന്നു എന്ന് പറയുന്ന കക്ഷികൾ ധാരാളം മറ്റുള്ളവരോട് സഹായം ചോദിക്കുന്നുണ്ട്. അപ്പൊ അവരതിന് പറയുന്ന മറുപടി, മനുഷ്യ കഴിവിൽപ്പെട്ടത് മനുഷ്യരോടും ചോദിക്കാം, മനുഷ്യ കഴിവിൽ പെടാത്തത് അള്ളാഹുവിനോട് മാത്രം എന്നാണ് അവർ പറഞ്ഞ മറുപടി. ശരി, ഏതായാലും ഇപ്പൊ മാത്രം അല്ലാതെയായി. അള്ളാഹുവിനോടും ചോദിക്കുന്നുണ്ട്, അള്ളാഹു അല്ലാത്തവരോടും ചോദിക്കുന്നുണ്ട്. അല്ലെങ്കിൽ പിന്നെ അവർ മാത്രം കൂട്ടി കൊടുക്കാച്ച മനുഷ്യ കഴിവിൽ പെടാത്തതും കൂടി അവിടെ പറയാം. മനുഷ്യ കഴിവിൽ പെടാത്തതിനോട് മാത്രം ഞങ്ങൾ സഹായത്തെ തേടുന്നു എന്ന് അവരർത്ഥം പറയേണ്ടതാണ്. അങ്ങനെ അവർ പറഞ്ഞു കാണുന്നില്ല. വിശദീകരണത്തിൽ അങ്ങനെ പറയുകയും ചെയ്യും. ചുരുക്കത്തിൽ അവർ മാത്രം പറഞ്ഞിട്ട് മാത്രം അവർ ഒഴിവാക്കിക്കുക. അപ്പൊ പ്രവൃത്തിയിൽ മാത്രം ഒഴിവാക്കി, പറയുന്നിടത്ത് മാത്രം പറഞ്ഞു. ഈ ഒരു കാപ്പാട്യം വേണ്ടാന്ന് വെച്ചിട്ടാണ് മാത്രം ഞാൻ ഒഴിവാക്കിയത്. പിന്നെ അവര് മനുഷ്യ കഴിവിൽ ആ പറയുന്ന ആശയവും തെറ്റാണ്. മനുഷ്യ കഴിവിൽ പെട്ടത് മനുഷ്യരോട് ചോദിക്കാം എന്ന് സമ്മതിക്കുകയാണെങ്കിൽ എന്നാലും പിന്നെ ഇസ്തിഹാസ്യം പറ്റുന്ന അതിന് വരും. കാരണം മനുഷ്യ കഴിവിൽപ്പെട്ട് മനുഷ്യനോട് ചോദിക്കുക അതിന് വിരോധമല്ല, അതുകൊണ്ട് മാത്രം ഇവിടെ തെറ്റില്ല എന്നവർ പറയുകയാണെങ്കിൽ മനുഷ്യർ പലരും പല വിധക്കാരാണ്. ചില ഡോക്ടർമാരാണ്, ഡോക്ടർമാരെ കഴിവിൽപ്പെട്ട് ഡോക്ടർമാരോട് ചോദിക്കാം. ചില എഞ്ചിനീയർമാരെ കഴിവിൽപ്പെട്ട് അവരോട് ചോദിക്കാം. ചില അഡ്വക്കേറ്റുമാരാണ്, അവരെ കഴിവിൽപ്പെട്ട് അവരോടും ചോദിക്കാം. ചില അമ്പിയാക്കളും ഔലിയാക്കളുമാണ്, അവരെ കഴിവിൽപ്പെട്ട് അവരോടും ചോദിക്കാം. അപ്പോ ആ ഓരോരുത്തർ മനുഷ്യർ തന്നെ പല വിഭാഗക്കാരാ. ആ മനുഷ്യരുടെ കഴിവിൽപ്പെട്ട് അവരോട് ചോദിക്കാം എന്ന നിലക്കാണല്ലോ സഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മുഅ്ജിസത്തിന്റെ അടിസ്ഥാനത്തിലുള്ള പല സഹായങ്ങളും ചോദിച്ചത്. അപ്പോ മനുഷ്യരുടെ കഴിവിൽപ്പെട്ട് മനുഷ്യരോട് ചോദിക്കാന്ന് പറയുമ്പോൾ മുഅ്ജിസത്ത് കറാമത്തിന്റെ അടിസ്ഥാനത്തിലുള്ള സഹായം അമ്പിയാ ഔലിയാക്കളോട് ചോദിക്കാന്ന് വരും. അപ്പൊ ഈ മാത്രം പറഞ്ഞ അത് എതിരല്ലെങ്കിൽ മറ്റൊരു എതിരല്ല. ഒന്ന്, ചില പ്രസ്ഥാനക്കാർ പറയണത് അഭൗതികമായ സഹായം അള്ളാഹുവിനോട് മാത്രമേ ചോദിക്കാൻ പറ്റൂ എന്നാണ് അവർ പറയുന്നത്. അതും തെറ്റാണ്. കാരണം ഒരു മലക്കുകളിൽ നിന്ന് നമുക്ക് സഹായം കിട്ടുന്നത്, മലക്കുകൾ പല വിധേന നമ്മളെ സഹായിക്കുന്നുണ്ട്. മലക്കുകൾ സഹായിക്കുന്നതൊക്കെ അഭൗതിക മാർഗത്തിൽ കൂടിയാണ് നമ്മളെ സഹായിക്കുന്നത്. അപ്പൊ അഭൗതിക മാർഗത്തിൽ കൂടി നമ്മളെ സഹായിക്കുന്നത് മലക്കുകളെ, ഒരു മലക്കിനെ കണ്ടുമുട്ടിയാല് ആ മലക്കിനോട് നമുക്ക് സഹായം ചോദിക്കാമല്ലോ. ആ മലക്ക് അപ്പൊ നമ്മൾ സഹായിക്കണ അഭൗതിക സഹായമാണല്ലോ. ആ മലക്കിനോട് നമുക്ക് അഭൗതിക സഹായം ചോദിക്കാം. അപ്പൊ അഭൗതിക സഹായം അള്ളാഹുവിനോട് മാത്രമേ ചോദിക്കാൻ പറ്റൂ എന്ന് അവർ പറയുകയാണെങ്കിൽ അതിനെതിരെ അവർ തന്നെ പറയുന്നത് മലക്കോട് സഹായം ചോദിക്കാം. അപ്പൊ അതും തെറ്റാണ്. അപ്പോ പ്രവൃത്തി വേറൊന്നും പറയുന്നത് വേറൊന്നും ആകരുത് എന്ന് വെച്ചിട്ടാണ് പിന്നെ ഞാൻ അങ്ങനെ അർത്ഥം വെച്ചത്. പിന്നെ മാത്രമല്ല അവര് പറയണത് എന്താണ്, അള്ളാഹുവിനോട് സഹായം ചോദിക്കുക. അവളെ നമ്മളിപ്പോ അള്ളാഹുവിനോട് സഹായം ചോദിക്കുമ്പോൾ പരമമായ സഹായം അള്ളാഹുവിനോട് ചോദിക്കാനാ വെക്കണത്. പരമമായ അല്ലാത്ത സഹായം മറ്റുള്ളവരോട് ചോദിക്കാനാ അപ്പൊ നമ്മൾ വെക്കണത്. അപ്പൊ അവരും നമ്മളും ഒക്കെ ചിലത് ഒഴിവാക്കുന്നുണ്ട്, ചിലയെടുക്കുന്നുണ്ട്. നമ്മൾ പറഞ്ഞത് പരമമായ സഹായം അള്ളാഹുവിനോട് മാത്രം, പരമമായ സഹായം അല്ലാത്തത് മറ്റുള്ളവരോട് ചോദിക്കുക. അവര് പറഞ്ഞ അഭൗതികമായ സഹായം അള്ളാഹുവിനോട് മാത്രം, അഭൗതികം അല്ലാത്ത സഹായം മറ്റുള്ളവരോട് ചോദിക്കുക. അല്ലെങ്കിൽ മനുഷ്യ കഴിവിൽപ്പെട്ടത് മറ്റവരോട് ചോദിക്കാം, മനുഷ്യ കഴിവിൽ പെടാത്തത് അള്ളാഹുവിനോട് മാത്രം എന്നാണ് അവർ പറയുന്നത്. അതിന് മുഴുവനും എതിരുണ്ട്. വാസ്തവത്തിൽ നമ്മളതേ ശരിയാകുള്ളൂ. പക്ഷെ ഈ എതിർക്കുന്ന ആളുകളോട് നമുക്കൊന്ന് പറയാണ്ട്, നമ്മൾ പരമമായ സഹായം അള്ളാഹുവിനോട് ചോദിക്കുക എന്ന് പറയുമ്പോൾ വാസ്തവത്തിൽ മറ്റൊരാളെ സഹായം ചോദിക്കുമ്പോൾ അത് പരമമായ സഹായമല്ല എന്ന് നമ്മൾ പറയുമ്പോൾ ശരിക്കും ഒഴിവാകൂല എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾക്കാർ പറയാനുണ്ട്, പരമമായ അനുസരണം, നിരുപാധികം അനുസരണം അത് അള്ളാഹ്ക്ക് മാത്രം, മറ്റുള്ളവരുടെ അനുസരണം പറ്റും, അത് ഏതായാൽ മതി, അത് പരമല്ല ഞാൻ മതി. എന്നാൽ അനുസരിക്കുന്നിടത്ത് പരമമായതും അല്ലാത്തതും തമ്മിൽ വ്യത്യാസം ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് സഹായം ചോദിക്കുന്നിടത്തും പരമമായതും അല്ലാത്തതും തമ്മിൽ വ്യത്യാസം ഇവിടെ വരുത്തുന്നില്ല?
അവരെ ഭാഗത്തേക്ക് ശിർക്ക് വരുമ്പോൾ അവരെ നിരുപാധികം അല്ലാത്തത് എന്നാണ് അവർ ശിർക്കിൽ നിന്ന് രക്ഷപ്പെടുന്നത്. അവർ ശിർക്കിൽ നിന്ന് രക്ഷപ്പെടുക, എന്തുകൊണ്ട് സുന്നികൾ ശിർക്കിൽ നിന്ന് രക്ഷപ്പെടുന്നില്ല? ഈ അനുസരണം എന്ന് പറഞ്ഞത് നിരുപാധികം അനുസരണമാകുമ്പോൾ ശിർക്ക് വരിക, നിരുപാധികം അല്ലാത്തത് വരൂല എന്ന് പറയുന്ന കക്ഷികൾക്ക് എന്തുകൊണ്ട് പരമമായ സഹായം തേടുമ്പോൾ ശിർക്ക് വരിക, അല്ലാത്തവർ ശിർക്ക് വരൂല എന്ന് എന്തുകൊണ്ട് അവിടെ അവർ രക്ഷപ്പെടുത്തണില്ല?